ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ ടെലഗ്രാം മിനി ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എയർഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ മൂൺബിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലഗ്രാം മിനി ആപ്പ് ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കുറച്ച് മുന്നേറ്റ വീഡിയോയിൽ കുറേയധികം ആളുകൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോട്ട് ഓപ്പൺ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ഓപ്പൺ ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബോട്ട് തുറന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടത്. അതായത് ബോട്ട് തുറന്നു വന്നപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് സീസൺ 1 എൻഡ്സ് ഓൺ സെപ്റ്റംബർ 20 എന്ന് ഇവർ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരാനായിട്ട് പോകുന്ന ഹാംസ്റ്റർ കോമ്പാറ്റ് ഒറ്റയടിക്ക് അവർ ഫുൾ എമൗണ്ട് എയർ ഡ്രോപ്പ് കൊടുക്കുന്നില്ല എന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതായത് സീസൺ 1 എന്നിവിടെ അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ സീസണുകൾ എയർ ഡ്രോപ്പിന് വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇവരിവിടെ എടുത്തു കാണിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം കാറ്റിസൺ എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പിന് എന്താണ് സംഭവിച്ചതെന്ന്. അവർ മൾട്ടിപ്പിൾ സീസൺസ് വെച്ചു. അതുപോലെ തന്നെ വളരെ കുറച്ച് ടോക്കൺ അലോക്കേഷനിൽ കുറേ അധികം ആളുകളും ജോയിൻ ചെയ്തു. നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏകദേശം 200-300 മില്യൺ ആളുകൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ഓൾറെഡി പ്ലേ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം അതിലൊരു 100 മില്യൺ ആളുകൾ മാത്രമേ എലിജിബിൾ ആകൂ എന്നും കൂടി നമ്മൾ കരുതുകയാണെങ്കിലും ഇവർ മൊത്തത്തിൽ വെച്ചിരിക്കുന്ന എയർ ഡ്രോപ്പ് അലോക്കേഷൻ എന്ന് പറയുന്നത് 60%. ആ ഒരു 60%-ൽ നിന്നും ഒരു ഭാഗമായിരിക്കും ഇവർ സീസൺ 1 എയർ ഡ്രോപ്പിനായിട്ട് മാറ്റി വെക്കുന്നത്. അത് മാത്രമല്ല, ഇനിയും എയർ ഡ്രോപ്പ് കിട്ടണമെങ്കിൽ ഇതിൽ നമ്മൾ ചെയ്യുന്ന ടാസ്കുകൾ വീണ്ടും തുടർന്നും കൊണ്ട് പോകേണ്ടി വരും. എന്തായാലും സീസൺ 1 എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എത്ര പെർസെൻറ്റേജാണ് അവർ കൊടുക്കുന്നത് എന്നൊന്നും നമുക്ക് ഇനിയും അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ഉടനെ തന്നെ അവർ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ചെയ്യുന്ന അന്ന് മുതൽ പറയുന്നതാണ്, നിങ്ങൾ വളരെ വലിയ എയർ ഡ്രോപ്പ് ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഒരിക്കലും നോട്ട് കോയിനും ഡോക്സ് ലെവൽ എയർ ഡ്രോപ്പ് ഒന്നും ഒരിക്കലും നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഓൾറെഡി യൂസേഴ്സ് കൂടുതലാണ്. അതുപോലെ തന്നെ ഡോക്സും നോട്ട് കോയിനും കൊടുത്ത പോലെ വളരെ വലിയ അലോക്കേഷൻ ഇവർ കൊടുക്കുന്നില്ല. വെറും 60% ഇവർ കമ്മ്യൂണിറ്റിക്കായിട്ട് കൊടുക്കുന്നത്. ആ 60%-ൽ തന്നെ സീസൺ 1 സീസൺ 2 ഒക്കെ ആയിട്ടായിരിക്കും ഇവർ എയർ ഡ്രോപ്പ് കൊടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് വരാം. അതായത് ബൈനാൻസിൻ്റെ ഭാഗത്തു നിന്ന് അവർ പുതിയൊരു ടെലഗ്രാം മിനി ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മൂൺബിക്സ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും ബൈനാൻസ് ഇങ്ങനെ ചെയ്തതിൽ നമ്മൾ വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇപ്പം എന്ത് ട്രെൻഡാണോ നടക്കുന്നത് അതിനനുസരിച്ച് ബൈനാൻസ് എക്സ്ചേഞ്ചും ചെയ്തതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു അവരുടെ പുതിയ ടെലഗ്രാം മിനി ആപ്പിനെ കുറിച്ചുള്ള ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെ നമുക്ക് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫാം ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇവരുടെ ബോട്ട് ഓപ്പൺ ചെയ്യണം. ബോട്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ബോട്ട് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഒരു ഡെയിലി റിവാർഡായിട്ട് 100 പോയിൻ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ഒരു ടെലഗ്രാം ബോട്ടിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെയുള്ള ടാസ്കുകളേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഗെയിം ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രസമുണ്ട് കളിച്ചിരിക്കാൻ. ഈ ഒരു വിമാനത്തിൽ നമ്മളിരിക്കും. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ അടിയത്തെ ഗിഫ്റ്റ്സും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു 1 മിനിറ്റിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ ഗെയിം കളിച്ചും ഇതിൻ്റെ ഉള്ളിൽ പോയിൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ടാസ്കുകൾ വേറെയും ഉണ്ട്. ഇവരുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ടാസ്ക് സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ബൈനാൻസിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറി ഇടാൻ അതിന് പ്രീമിയം വേണം എന്തായാലും. അതുപോലെ തന്നെ നമുക്ക് ബൈൻഡ് യുവർ ബൈനാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട. നമുക്ക് ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ ട്വിറ്ററിൽ നിന്ന് അവരുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രം ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടത് ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്കിത് ബൈനാൻസിൻ്റെ ട്വിറ്ററോ അല്ലെങ്കിൽ അവരുടെ ടെലഗ്രാമോ എന്തിൽ നിന്നൊക്കെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രം ചെയ്യാം. ബാക്കിയുള്ള ടാസ്കുകളൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്യാം. ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക, ഗെയിം കളിക്കുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. എത്രത്തോളം പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഇതിനകത്ത് എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.